ഇന്ന് ചോക്ലേറ്റിനെ കുറിച്ച് പറയാം. കാരണം ഇന്ന് ലോക ചോക്ലേറ്റ് ദിനമാണ്. എന്തിനിങ്ങനെ ഒരു ദിനം എന്നല്ലേ? കാരണമുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ചോക്ലേറ്റ് കഴിക്കുന്നതുകൊണ്ട് ഒന്നല്ല, ധാരാളം ഗുണങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ലോകത്തെ ബോധ്യപ്പെടുത്താനാണ് ചോക്ലേറ്റ് ദിനം ആചരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ചോക്ലേറ്റിന്റെ ഗുണങ്ങൾ. ഇതൊരു ആന്റിബയോട്ടിക്കായും ആന്റി പ്ലേറ്റ്ലെറ്റായും പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. എന്ന് മാത്രമല്ല, ആസ്പിരിൻ ഗുളികൾക്ക് പകരമായി പോലും ചോക്ലേറ്റ് കഴിക്കാവുന്നതാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. കാരണം ഇതിൽ HDL അഥവാ നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുന്നതിനും LDL അഥവാ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനുമുള്ള ഘടകങ്ങളുണ്ട്. എന്ന് മാത്രമല്ല, DNA കേടുപാടുകൾ തടയുന്ന പോളിഫെനോളുകൾ ചോക്ലേറ്റിൽ അടങ്ങിയിട്ടുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇനി സൗന്ദര്യം വർദ്ധിപ്പിക്കണം എന്നാഗ്രഹിക്കുന്നവർക്കും ഒരൊറ്റമൂലിയാണ് ചോക്ലേറ്റ്. ന്യൂയോർക്കിലെ ഡെർമറ്റോളജിസ്റ്റായ ഡോക്ടർ ആന്റണി റോസി പറയുന്നത്, ഉയർന്ന അളവിൽ കൊക്കോ അടങ്ങിയ ചോക്ലേറ്റിൽ ഫ്ലവനോയിഡുകൾ ഉണ്ടെന്നാണ്. പല പഴങ്ങളിലും പച്ചക്കറികളിലും കാണപ്പെടുന്ന ഒരുതരം സംയുക്തമാണ് ഇത്. ഈ ഫ്ലവനോയിഡുകൾക്ക് ആന്റി ഓക്സിഡന്റ് സാധ്യതയുണ്ടെന്നും സൂര്യപ്രകാശം, ഫ്രീ റാഡിക്കലുകൾ എന്നിവ മൂലമുണ്ടാകുന്ന കേടുപാടുകളിൽ നിന്ന് ചർമ്മത്തെ സംരക്ഷിക്കാൻ ഇത് സഹായിക്കുമെന്നും ഡോക്ടർ ആന്റണി റോസി കണ്ടെത്തിയിട്ടുണ്ട്. സന്തോഷത്തിന് മധുരം കഴിച്ചു തുടങ്ങാമെന്ന് പറയുന്നില്ലേ? അതും ശരിയാണ്. ഒരു ചോക്ലേറ്റ് കഴിക്കുമ്പോൾ നമ്മുടെ മാനസികാവസ്ഥ പെട്ടെന്ന് മെച്ചപ്പെടുമെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇത് നമ്മുടെ തലച്ചോറിൽ സന്തോഷം നൽകുന്ന രാസവസ്തുക്കളുടെ ഉത്തേജനത്തിന് കാരണമാകും. അതുകൊണ്ട് നമുക്ക് മനസ്സിന് നല്ല ഒരു സുഖം തോന്നും. ചോക്ലേറ്റിൽ എൻഡോർഫിനുകൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ അവ നമ്മെ സന്തോഷിപ്പിക്കുന്ന പ്രകൃതിദത്തമായ ഒരു പദാർത്ഥമാണ്. നമ്മൾ ചോക്ലേറ്റ് കഴിക്കുമ്പോൾ ഒരു ചെറിയ സന്തോഷം ലഭിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഇതൊക്കെ ശരിയാണ് എന്ന് വിചാരിച്ച് കാണുന്ന ചോക്ലേറ്റ് ഒക്കെ അങ്ങ് വാരി വലിച്ച് കഴിക്കാൻ വരട്ടെ. ഏത് തരം ചോക്ലേറ്റ് ആണ് കഴിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ വേണം, അല്ലെങ്കിൽ പണി പാളും. ചോക്ലേറ്റ് നല്ലതാണെന്ന് വിചാരിച്ച് ഇതാ ഈ കാണുന്ന മിൽക്ക് ചോക്ലേറ്റ് കഴിച്ചതുകൊണ്ട് കാര്യമില്ല. ഇത് നല്ല മധുരവും രുചിയൊക്കെ ഉള്ളതാണ്. പക്ഷേ കാര്യമില്ല എന്നല്ല, ആരോഗ്യം വിചാരിച്ച് മിൽക്ക് ചോക്ലേറ്റ് കഴിച്ചിട്ട് കാര്യമില്ല എന്നർത്ഥം. കാരണം മിൽക്ക് ചോക്ലേറ്റിൽ സാധാരണയായി പഞ്ചസാര, കൊഴുപ്പ് എന്നിവ വളരെ കൂടുതലായിരിക്കും. ഇത് ശരീരഭാരം വർദ്ധിപ്പിക്കുന്നതിനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂട്ടുന്നതിനും മറ്റു പ്രതികൂല ആരോഗ്യ പ്രത്യാഘാതങ്ങൾക്കും കാരണമാകും. അപ്പോൾ ഈ പറഞ്ഞ ഗുണങ്ങളൊന്നും ഇതുകൊണ്ട് കിട്ടില്ല. കഴിക്കേണ്ടത് ഡാർക്ക് ചോക്ലേറ്റ് ആണ്. ഇതിൽ തന്നെ 75% കൊക്കോ അടങ്ങിയ ഡാർക്ക് ചോക്ലേറ്റ് തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത്. ഇതിലാണ് ഏറ്റവും കൂടുതൽ കൊക്കോയും അതോടൊപ്പം ഏറ്റവും കൂടുതൽ ഫ്ലവനോയിഡുകളും അടങ്ങിയിട്ടുള്ളത്. ശരീരത്തിലെ കോശങ്ങളെ നശിപ്പിക്കുന്ന ഫ്രീ റാഡിക്കലുകളെ ഈ ആന്റി ഓക്സിഡന്റ് ചെറുക്കുന്നത് കൊണ്ട് തന്നെ പ്രായമായാലും ആരോഗ്യം നിലനിർത്താനും തലച്ചോറിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനുമൊക്കെ ഇത് ഏറെ സഹായിക്കുന്നുണ്ട്. രക്തസമ്മർദ്ദം കുറയ്ക്കാനും ഇത് കാരണമാകും. അതുപോലെ തന്നെ ആർത്തവ സംബന്ധമായ വേദന അനുഭവപ്പെടുന്ന സ്ത്രീകൾക്കും ചോക്ലേറ്റ് നല്ലതാണ്. ഡാർക്ക് ചോക്ലേറ്റിൽ മഗ്നീഷ്യം ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഇത് പേശികളെ വിശ്രമിക്കാനും പ്രോസ്റ്റോഗ്ലാൻഡിൻസിന്റെ ഉൽപാദനം തടയുന്നതിലൂടെ ഗർഭാശയ സങ്കോച വേദനയും ലഘൂകരിക്കാനും സഹായിക്കുന്നുണ്ട്. കൂടാതെ ഡാർക്ക് ചോക്ലേറ്റിൽ പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. ഇത് പേശികളിൽ വെള്ളം നിലനിർത്തുന്നതും വീർക്കുന്നതും തടയും. അതുവഴി മലബന്ധം കുറയ്ക്കാൻ സഹായിക്കും. ഇതൊക്കെ ശരിയാണ് എന്ന് വിചാരിച്ച് ചോക്ലേറ്റ് വാരി വലിച്ച് കഴിക്കുന്നതും അത്ര നല്ലതൊന്നുമല്ല. ദിവസവും 30 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് ആണ് ആരോഗ്യപരമായി കഴിക്കേണ്ട അളവ്. എന്നാൽ നിങ്ങളുടെ ഹൃദയാരോഗ്യം കൂടും, അസ്ഥികളുടെ സാന്ദ്രത കൂടും, ഓർമ്മശക്തി കൂടും, സൗന്ദര്യം വർദ്ധിക്കും. അപ്പോൾ ഈ ചോക്ലേറ്റ് ദിനത്തിൽ തന്നെ ചോക്ലേറ്റ് കഴിച്ച് തുടങ്ങിക്കോളൂ. എല്ലാവർക്കും എൻ്റെ മധുർന്ന ചോക്ലേറ്റ് ഡേ ആശംസകൾ. വെറും ചോക്ലേറ്റ് അല്ല, ഡാർക്ക് ചോക്ലേറ്റ് ഡേ വിഷസ്.